ഒരു കാട്ടിൽ ഒരു ആമയും ഒരു മുയലും ഉണ്ടായിരുന്നു. മുയൽ ഓട്ടത്തിൽ ഒന്നാമനായിരുന്നു. എപ്പോഴും താനാണ് ഏറ്റവും വേഗത്തിൽ ഓടുന്നതെന്ന് പറഞ്ഞ് അഹങ്കരിച്ചു നടന്നിരുന്നു. ആമയാകട്ടെ വളരെ സാവധാനത്തിൽ നടക്കുന്നവനുമായിരുന്നു. ശാന്തനും മിടുക്കനുമായിരുന്നു ആമ. ഒരു ദിവസം മുയൽ ആമയെ കളിയാക്കി. "ആമേ, നീ എന്തിനാണ് ഇത്ര പതുക്കെ നടക്കുന്നത്? നിനക്കൊരിക്കലും എന്നെ ഓടിത്തോൽപ്പിക്കാൻ കഴിയില്ല" എന്നൊക്കെ പറഞ്ഞ്. ആമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മുയലെ, വേണമെങ്കിൽ നമുക്കൊരു ഓട്ടപ്പന്തയം വയ്ക്കാം. ഓട്ടപ്പന്തയത്തിൽ ആരാണ് ആദ്യം ജയിക്കുന്നതെന്നറിയാമല്ലോ." അങ്ങനെ അവർ ഓട്ടപ്പന്തയം വച്ചു. കാട്ടിലെ മൃഗങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടി അവരുടെ ഓട്ടപ്പന്തയം കാണാൻ വിളിച്ചു. കുറുക്കൻ വിസിലൂതി. ഓട്ടം തുടങ്ങി. മുയൽ അവൻ്റെ പൂർണ്ണ വേഗതയിൽ ഓടി. ഒരു നിമിഷം കൊണ്ട് അവൻ ആമയെ ഒരുപാട് പിന്നിലാക്കി. മുയൽ മുന്നോട്ട് ഓടി. അവൻ നോക്കി ആമയെ കാണുന്നുണ്ടോ എന്ന്. ആമ വളരെ ദൂരെയാണ്, പതുക്കെ നടന്നു വരികയാണ്. ആമയെ കാത്തിരുന്നാൽ നേരം വെളുക്കും. മുയൽ മനസ്സിൽ പറഞ്ഞു, "ഞാനൊരു കുഞ്ഞു ഉറക്കമുറങ്ങിയിട്ട് വരാം." മുയൽ ഒരു മരത്തിൻ്റെ തണലിൽ കിടന്നുറങ്ങി. അവൻ നല്ല ഉറക്കത്തിലായിരുന്നപ്പോൾ ആമ പതുക്കെ പതുക്കെ നടന്ന് മുന്നോട്ട് പോയി. ആമ ഒരിടത്തും നിന്നില്ല. അവൻ നടന്ന് നടന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. മുയൽ ഉണർന്നപ്പോൾ സൂര്യൻ താഴ്ന്നു തുടങ്ങിയിരുന്നു. അവൻ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് ചുറ്റും നോക്കി. ആമയെ കണ്ടില്ല. അയ്യോ, ആമ വേഗത്തിൽ കടന്നുപോയോ? മുയൽ വേഗത്തിൽ ഓടാൻ തുടങ്ങി. അവൻ ഓടി ഓടി പന്തയത്തിൻ്റെ ലക്ഷ്യത്തിലെത്തി. നോക്കുമ്പോൾ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി. ആമ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ആമ ശാന്തനായി ചിരിച്ചുകൊണ്ട് നിന്നു. മുയലിന് അവൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് വലിയ സങ്കടം തോന്നി. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്തെന്ന് വെച്ചാൽ, അഹങ്കാരം നല്ലതല്ല. സാവധാനത്തിലും സ്ഥിരമായും പ്രവർത്തിച്ചാൽ ആർക്കും വിജയിക്കാൻ കഴിയും. മെല്ലെ പോയാലും ലക്ഷ്യത്തിലെത്താം.